ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സോർട്സ് ആണ്. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് പാസ്റ്റിലത്തെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഓർത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഈ ടാരോ പോലുള്ള ഹീലിംഗ് ആയിട്ടുള്ള സെഷൻസൊക്കെ, അല്ലെങ്കിൽ നിഗൂഢശാസ്ത്രം എന്ന് പറയുന്ന ഒക്കൾട്ട് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വീണു പോയ ആ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നേ ദിവസം ഓർക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സാഹചര്യം ഇവോൾവ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് ഒരു ആശയക്കുഴപ്പം വരുന്നതാണ് ഈ പേജ് ഓഫ് സോർഡ് എന്ന് പറയുന്നത്. അതായത് വീണു പോയ സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്, അത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്ത് തെറ്റാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ. അതാണ് പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ പുതിയ സാഹചര്യത്തിനെ ഞാൻ തീരുമാനമെടുത്താൽ തെറ്റിപ്പോകുമെന്ന് പേടിച്ച് പുറകിലേക്ക് നോക്കുന്നതാണ്. അതായത് ഒരു പാഠം പഠിപ്പിച്ചൊരു സാഹചര്യത്തെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നതാണ് ഈ പേജ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് കേട്ടോ. ഒരു ആശയക്കുഴപ്പം കാണും. അപ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. അതുപോലെ നമുക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ മാത്രം അന്നത്തെ ദിവസം തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ മതി. അതാണ് പേജ് ഓഫ് സോർഡ്സ് പറയുന്നത്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന എനർജിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങളിൽ കൂടെ വന്നിട്ടുള്ളവരായതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇന്ന് പഠിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ടാവാൻ സാധ്യതയുള്ളതാണ് പേജ് ഓഫ് സോർഡ്സ് കേട്ടോ. ഒരു ആശയക്കുഴപ്പമാണ്. തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പേടിയാണ്. കാരണം മുമ്പെടുത്തൊരു തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയാശങ്കയുണ്ടല്ലോ, ഇനി ശരിയാകുമോ എന്നുള്ളൊരു പേടി. അതാണ് പേജ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നോക്കുന്നത്. ഇതുണ്ടോ, സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. അന്നത്തെ ആ പെയിനിൽ നിന്നൊക്കെ നിങ്ങൾ റിക്കവേർഡായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ആ സ്ട്രെങ്ത് ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് നിങ്ങൾ വീണ്ടും ആർജിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാഹചര്യങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് പേജ് ഓഫ് സോർഡ്സ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ പേടിയാണ്. 9 ഓഫ് വാണ്ടാണ്. ഇതും ഒരു പറഞ്ഞ പോലെ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പേടിയാണ്. പേടി എന്തുകൊണ്ടാണ്? അതായത് ഇന്നൊരു നിങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരിക്കും. അതായത് നിങ്ങൾക്ക് സമാധാനമുള്ളവരിടത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മളൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അത് ശരിയായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് മൊത്തം കലുഷിതമായിരിക്കും. ഇത് ശരിയായില്ലല്ലോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ടെൻഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പോകുന്നത് എന്തിനാ? ആ ടെൻഷൻ മാറി ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നേ ദിവസം അങ്ങനെയുള്ള എന്തോ ഒരു യാത്ര നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ശരിയാകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുള്ളതുപോലെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾ പോകുന്നത് അവിടുത്തെ സാഹചര്യത്തിനെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുക. ദേഷ്യപ്പെടാൻ പാടില്ല. അവർ പറയുന്നതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് അവിടുത്തെ ഫോൾട്ടെന്ന് കണ്ടെത്തുക. ഫോൾട്ട് കൃത്യമായി പറഞ്ഞ് പരിഹരിച്ച് വരിക. അല്ലാതെ അവരെന്തെങ്കിലും പറയുമ്പോൾ അവിടെ ദേഷ്യപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പോകുന്ന യാത്ര, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ആൾ കൂടുതലായിരിക്കാം, ക്യൂ ആയിരിക്കാം. അപ്പോൾ നിന്ന് നമ്മുടെ ക്ഷമ നശിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യപ്പെടലുണ്ടാവും. അത്തരത്തിലുള്ളൊരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ, പേടിയുണ്ട് ശരിയാകുമോ എന്നുള്ളത്. അപ്പോൾ സമാധാനമായിട്ട് ഇന്ന് പോകുന്ന കാര്യം റെഡിയാക്കിയിട്ടേ വരൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ പോവുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫോൾട്ട് അവർ പറയുവാണെങ്കിൽ ആ ഫോൾട്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അത് റെക്ടിഫൈ ചെയ്യുക, കറക്റ്റ് ആക്കുക കേട്ടോ. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മുടെ ലോണൊക്കെ നിരസിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് നോക്കുക. ആ കാരണം ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർ പറഞ്ഞ ഒബ്ജക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്ന് എവിടെയോ ഒരു യാത്ര പോകുമ്പോൾ ഭയന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. നടക്കുമോ ശരിയാകുമോ എന്നുള്ളൊരു പേടിയുള്ള പോലെയാണേ. അത് ശരിയാകും, അതാണ് അത് പറയുന്നത്. ദെൻ 4 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു തരം നിരാശ,
അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന തോന്നൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതിരിക്കുക. അപ്പോൾ നമുക്കൊരു നിരാശ വരുമല്ലോ, ഡിസപ്പോയിൻമെൻറ്റ്. സോ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പ്രതീക്ഷിച്ചു അത് നടന്നില്ല, അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഡിസപ്പോയിൻമെൻറ്റ്, അതൊക്കെയാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ നിരാശയിലിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഓഫർ കിട്ടും. നമുക്ക് യൂണിവേഴ്സായിട്ട് നമുക്കൊരു ഓഫർ കൊണ്ടുതരും, പക്ഷെ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, അത് കിട്ടുന്നില്ല, നമ്മളതിനെ മനസ്സുകൊണ്ട് ഓക്കെ എനിക്കത് കിട്ടിയില്ല, നമ്മളതിന് കുറേ കാരണങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും അതേ കാര്യം നമ്മളിലേക്ക് ഓഫറായിട്ട് വരും. ആ സമയത്ത് നമ്മൾ എന്താ പറയുക, അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ, എനിക്ക് അന്നേരം കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇനി എനിക്ക് വേണ്ട എന്നുള്ള അതുണ്ടല്ലോ. അതാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് വന്നേക്കുന്നത് ഹീറോഫൻ്റ് ആണ്. അപ്പോൾ നിയമപരമല്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഹെസിറ്റേഷനാണ്. പിന്നെ അത് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളൊരു മടുപ്പ്, ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ പറഞ്ഞ 4 ഓഫ് കപ്സ് കേട്ടോ. ദെൻ 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളിന്ന് കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഇതൊരു യാത്രയുടെ കാർഡാണ്. അതായത് വാദ്യമേളങ്ങളോടുകൂടിയുള്ള യാത്രയാണ്, നിങ്ങളെ ആനയിച്ചു കൊണ്ട് പോകുന്നൊരു എനർജിയൊക്കെയാണ്. ഇതൊരു കല്യാണമായിരിക്കാം, കല്യാണ നിശ്ചയമായിരിക്കും, അങ്ങനെയുള്ളൊരു സെലിബ്രേഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം. നിങ്ങളുടെ തന്നെ കല്യാണമോ കല്യാണ നിശ്ചയമോ പെണ്ണ് കാണലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം വീട്ടിലുള്ളവർ അംഗീകരിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് കാണുക, അവരോടൊപ്പം യാത്ര ചെയ്യുക എന്നൊക്കെയുള്ളൊരു എനർജിയാണ് ഈ 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഒരു റീയൂണിയൻ്റെ കാർഡാണ് കേട്ടോ. അതുപോലെ പബ്ലിക് റെക്കഗ്നിഷൻ, നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു, മറ്റുള്ളവർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെ അതിന് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എനർജിയാണ് 6 ഓഫ് വാണ്ട്. സക്സസ് ആൻഡ് വിക്ടറിയാണ് കേട്ടോ. എന്ത് ചെയ്താലും അതിന് സക്സസ് ആണ് എന്നാണ് ഈ 6 ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ, എന്താണ് വീഡിയോ ഇടാത്തതെന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വോക്കൽ കോഡ്സിന് കുറച്ചൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ഇടാത്തത്. ഇടവിട്ട് വരുന്ന ഇതുകൊണ്ടാണ്. ചിലപ്പോൾ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നേ ഇല്ലാത്ത ദിവസങ്ങളിലാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കില്ല, പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാനിടാം. സൗണ്ട് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എംപ്രസ് ആണേ. ഇത് നമ്മൾ നമ്മുടെ ഏറ്റവും മനോഹരമായ വേർഷൻ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് അബണ്ടൻ്റ് ആണെന്ന്, പൈസയൊക്കെ കിട്ടും, അബണ്ടൻസിലിരിക്കാൻ പറ്റുന്നതാണേ. അബണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ സർവ്വ സൗഭാഗ്യങ്ങളോടും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ഇരിക്കുക എന്നുള്ളതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, കാര്യങ്ങൾ നല്ലതായിട്ട് മാനേജ് ചെയ്യുക, നല്ല സ്വഭാവത്തിലിരിക്കുക, ഇതും എംപ്രസിൻ്റെ എനർജിയാണ്. ഈ ഫെമിനൈനിറ്റിയിലെ ഏറ്റവും ഹയസ്റ്റ് എനർജിയാണ് എംപ്രസ് എന്ന് പറയുന്നത്. മദർഹുഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നും ചെയ്യുന്നതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. അവരോട് പ്രത്യേക സ്നേഹം വാത്സല്യം, അമ്മമാർക്ക് എപ്പോഴും സ്നേഹം വാത്സല്യമാണ്, എങ്കിലും ചില ദിവസങ്ങളിൽ പ്രത്യേകം നമുക്ക് അവരോടൊരു എന്തോ ഒരു അടുപ്പം തോന്നൂലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വല്ലാത്തൊരടുപ്പം, മദർഹുഡിൻ്റെ എക്സ്ട്രീമിറ്റിയിൽ നമുക്ക് തോന്നുന്നൊരു അടുപ്പം തോന്നുക, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോ നമ്മൾ അവരെ ചേർത്ത് നിർത്തുന്നതോ ഒക്കെയാണ് ഈ എംപ്രസ് എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എംപ്രസ് എന്ന് പറയുന്നത്. മദർഹുഡ് പരിപാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരിപോഷിപ്പിക്കപ്പെടുന്ന നറിഷ് ചെയ്യുന്നത്, മക്കളെ അല്ലെങ്കിൽ പേരൻറ്ഹുഡ് നറിഷ് ചെയ്യുന്ന ഒരു എനർജിയാണ് എംപ്രസ്. അബണ്ടൻസ് ആണ്. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വർക്കാവുന്ന ഒരു എനർജിയാണ്. ദെൻ ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. നമ്മളെ തന്നെ കെയർ ചെയ്യുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു, നമ്മളെ തന്നെ കെയർ ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു, നമ്മളെ തന്നെ കൊണ്ട് നടക്കുന്നു. അതാണ് നമ്മളെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമ്മളിന്ന് പുറത്തെടുക്കുന്നു. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ കൊള്ളാം, സൂപ്പർ എന്ന് പറയുന്നു. അത്തരത്തിൽ നമ്മളെ അഡോൺ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ എംപ്രസ്. ഇതൊരു സെക്ഷുവാലിറ്റിയുടെയും ഫെർട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയുടെയും കാർഡാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇന്ന ദിവസം ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ദെൻ 2 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് എന്തൊരു കാര്യം സെർച്ച് ചെയ്യുവാണേ. അതായത്
ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റേറ്റസൊക്കെ മാറ്റിയിടുന്ന വാട്സപ്പിലൊക്കെ സ്റ്റേറ്റസൊക്കെ മാറ്റിയിട്ടിട്ട് നിങ്ങൾ തന്നെ അതിലിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആരൊക്കെ നോക്കിയെന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുക, നിങ്ങൾ തന്നെ ആരൊക്കെ നിങ്ങളെ വാച്ച് ചെയ്യുന്നു നോക്കുക, അതൊക്കെയാണ് കേട്ടോ. ഇനി നിങ്ങൾ മറ്റൊരാളെ വാച്ച് ചെയ്യുന്നതാവാം, നിങ്ങൾ മറ്റൊരാളെ അയാളുടെ വെയർ ബോർഡ്സ് വാച്ച് ചെയ്യുന്നതാവാം, സെർച്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുവാണ്. ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യത്തില്ലേ, ഏത് യൂണിവേഴ്സിറ്റി പോകണം, അല്ലെങ്കിൽ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യണം, അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓവർ ദ നെറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ്. ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ്, 2 of Wands. നമ്മൾ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു സാധനം, നിങ്ങളുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ട് അത് സെർച്ച് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. ദെൻ എംപററാണ്. ഇത് നിങ്ങളുടെ സുപ്പീരിയർ അതോറിറ്റി, സീനിയർ അതോറിറ്റി അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ ഒരു ഈഗോ ക്ലാഷ് വരുന്നതോ അങ്ങനെയുള്ളൊരു കാര്യമാവാം, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതാണ് എംപറർ എന്ന് പറയുന്നത്. ഇത് 2 ഈഗോയിസ്റ്റുകൾ തമ്മിലുള്ള ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഈ എംപറർ എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങളുടെ എനർജിയാണ് എംപററെങ്കിൽ നിങ്ങൾ കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഈഗോയിസ്റ്റ് ആണെന്ന് മാത്രമല്ല, നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, അടുക്കി പെറുക്കി വെക്കുക, അടുക്കും ചിട്ടയും വരുത്താൻ ശ്രമിക്കുക, അതൊക്കെയാണ്. പിന്നെ നിങ്ങൾ ഇന്നൊരു ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ, അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അച്ഛനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന് അച്ഛനെ കാണുമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എനർജി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ യൂണിഫോം ജോബുകളിട്ട് അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് അങ്ങനെയുള്ള ആളുകളുമായിട്ട് സമ്പർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ പോയി കാണുന്നതോ, അല്ലെങ്കിൽ അവരുമായിട്ടൊരു മധ്യസ്ഥ ചർച്ച നടത്തുന്നതോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫേവർ സ്വീകരിക്കുന്നതോ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്നതോ ഒക്കെ ആയിരിക്കും കേട്ടോ. നിയമപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പെട്ടുപോകുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് എംപറർ എനർജി പറയുന്നത്. എംപറർ എന്ന് വെച്ചാൽ റൂളറാണ്. അപ്പോൾ നമ്മളെ റൂൾ ചെയ്യുന്നത് ആരാണോ അവർ അവരുടെ പവർ കാണിക്കും, നമ്മളും അതേ പവർ കാണിച്ചാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് എംപറർ എനർജി പറയുന്നത് കേട്ടോ. ദെൻ 10 of Wands ആണ്. കുറച്ച് തലയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ വന്നൊരു ബാധ്യത പോലെ നിൽക്കുക എന്നുള്ളതാണ് 10 of Wands. അതുപോലെ കുറച്ച് ഓവർ വർക്ക് ചെയ്യുക, മറ്റുള്ളവരുടെയും കൂടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുക, അതൊക്കെയാണ് 10 of Wands. കുറച്ചൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതോ, അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ പോയിട്ട് കുറച്ച് സമയം, ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ, അത് എന്തിനാണ് പറഞ്ഞതെന്ന് അറിയില്ല, അത് അന്നേരം എൻ്റെ വായിൽ അങ്ങനെ വന്നതാണ്. പക്ഷേ ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് ചിലപ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതോ അല്ലെങ്കിൽ മടുത്തു പോകുന്നതോ ആയ ഒരു എനർജിയാണ് ഈ 10 of Wands എംപററും ഒക്കെ വരുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് നിങ്ങൾ ആരുടെയോ മുൻപിൽ പോയിട്ട് അവരുടെ ഒരു ഫേവറിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരിക, എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് പോകുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് പോകുന്നതാവാൻ സാധ്യതയുണ്ട്. ഹാങ്ഡ്മാനാണ്. അത് തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ, തലയ്ക്ക് വേദനയായിരിക്കാം, അല്ലെങ്കിൽ തല ഇറങ്ങുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ തലയ്ക്ക് മന്ദത പോലെ തോന്നുക, അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. പിന്നെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാതെ വരുമ്പോൾ നമുക്കൊരു തന്നെ ഒരു ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ആശയക്കുഴപ്പമൊക്കെ തോന്നത്തില്ലേ, അതും കൂടിയാണ് കേട്ടോ ഹാങ്ഡ്മാൻ. അതായത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറുക എന്നുള്ളതാണ്, നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് മാറുക. പിന്നെ സറണ്ടർ ചെയ്യുക, നമ്മൾ ദൈവത്തിന് സറണ്ടർ ചെയ്യുക. അതായത് നമ്മൾ മടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇത് എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയും ഒന്നായാൽ മതി എന്ന് നമ്മൾ സറണ്ടർ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള കാര്യമുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതും സാക്രിഫൈസ് ചെയ്യുന്നതും അതൊക്കെയാണ് ഹാങ്ഡ്മാൻ പറയുന്നത്. തലകറക്കം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള പോലെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നതോ,
അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതോ വഴക്കുണ്ടാകുന്നതോ അതിൻ്റെ പേരിൽ കുറച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ എടുത്ത തീരുമാനങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കാണുന്നത്. ദെൻ ബോട്ടം വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ കാത്തിരിക്കുന്ന പണം വരുന്നു എന്നാണ് കേട്ടോ. വെയിറ്റ് ചെയ്ത എനർജിയാണ്. വെയിറ്റ് ചെയ്ത മണി എനർജി നമ്മളിലേക്ക് വരുന്നു എന്നുള്ളൊരു എനർജിയാണേ. അതായത് നമ്മൾ ചിലപ്പോൾ സാലറി ലേറ്റായി സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുള്ള പണമായിരിക്കാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പണം നമ്മളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. പതുക്കെയാണ് നമ്മളിലേക്ക് വരുന്നത്, എങ്കിൽ പോലും അതിൽ നിന്ന് വരുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. പിന്നെ ഇത് പണം തന്നെയാണോ നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാരണം മാറിപ്പോയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളവ് പോയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.